ഒരുപാട് കാര്യത്തെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യത്തെ നമുക്ക് എന്താണ് എൻഹാൻസ് ചെയ്ത് നല്ല ഗ്രോത്തിലേക്ക് എത്തിക്കാൻ പറ്റും B2Bയിൽ സിംഗിൾ വെണ്ടർ ചെയ്യുമ്പോൾ. ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, ഇപ്പോൾ ഒരു ഷോപ്പ് ഒരു റോഡ് സൈഡ് ഷോപ്പുകാരൻ ഒരു ജില്ല മൊത്തം കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ അവർക്ക് ഒരു 5 പേര്, ഇപ്പം മലപ്പുറം ജില്ല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 5 എക്സിക്യൂട്ടീവ്സോ അല്ലെങ്കിൽ 4 എക്സിക്യൂട്ടീവ്സോ ഒക്കെ മിനിമം റൺ ചെയ്യുന്നുണ്ടാവും. ഫീൽഡിൽ പോകേണ്ടി വരും. അതെ, പല ഏരിയ റൂട്ടിൽ ഒരാഴ്ചയിൽ വൺസ് ആയിട്ടെങ്കിലും പോകേണ്ടി വരും. ഇപ്പോൾ ഇവിടേക്കുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ വീക്ക്ലി വൺസ്, അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മന്ത്ലി എന്താണ് 4 തവണ മാത്രമാണ് റൂട്ടിലൂടെ തന്നെ പോകാൻ പറ്റുന്നത്. മിൽക്സ് സപ്ലൈ ചെയ്യുന്നവർക്കൊന്നും ചിലപ്പോൾ മേ ബി ഇതിന്റെ ഒരു ആവശ്യകത അത്രത്തോളം ഉണ്ടാവില്ല. പക്ഷെ ബുക്കിംഗ് സിസ്റ്റം ഒക്കെ വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ സ്റ്റിൽ ഉണ്ട്. ഇപ്പോൾ ഈ ആമസോൺ ഒക്കെ ചെയ്യുന്നുണ്ട് ഹോൾസെയിലിന്റെ പരിപാടി. അതെ, വീക്ക്ലി വൺസ് പോയിട്ടാണ് ഈ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. ഓർഡർ വരുന്നതിന്റെ ലിമിറ്റേഷൻസ് അവിടെ വരും. കാരണം പിന്നെ ഈ ഒരു എക്സിക്യൂട്ടീവ്സിന് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്ട്സോ അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അറിയുന്ന കുറച്ച് പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് മാത്രമാണ് ഞാൻ പൊതുവേ നമുക്ക് ഷോപ്പ് ഉണ്ടായിരുന്ന ടൈമിൽ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഒരു പുതിയ പ്രൊഡക്ട്സ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കാറ്റലോഗിൽ കുറച്ച് ടൈമിൽ കാണിച്ചു തരും. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ അതിന്റെ സ്റ്റോക്ക് അപ്ഡേറ്റ്സോ കാര്യങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു ഓർഡർ എടുത്ത് പോകും, അവിടെ എത്തുമ്പോൾ ആ സാധനം കിട്ടും എന്ന് പറയും. ഇതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും B2Bയിൽ. നമുക്ക് എന്താണ് 24 hours നമുക്കിത് വർക്കിംഗ്